അപ്പോൾ അമ്മതാ മത്തിയുടെ ഓപ്പറേഷൻ തുടങ്ങി. മത്തീനെ ഇങ്ങനെ കരകര ആക്കുന്നുണ്ട്. അമ്മ എനക്ക് മീൻ മുറിക്കാൻ അറിയില്ല അമ്മേ, ഇതുവരെയായിട്ട് എനിക്ക് മീൻ മുറിക്കാൻ പഠിച്ചിനെങ്കിൽ ഞാൻ മുറിച്ചിട്ട് തരത്തി. വേനൽക്കാലാകുമ്പോൾ പഠിക്കണം. മിറ്റത്ത് മുറിക്കുന്ന സമയമാകുമ്പോൾ പഠിക്കണം. അത് മിറ്റത്ത് നിന്ന് മുറിച്ചിടും. വീടെല്ലാം മണക്കുന്നില്ലേ ഉള്ളിൽ. ഓ അങ്ങനെ, അതെന്തെങ്കിലും ആട്ടെ, എനിക്ക് പഠിക്കണം. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ മുറിച്ചിട്ട് തരത്തിപ്പാ. ഇന്ത്യത്തില് പാവം അമ്മക്ക് കഴിയുന്നില്ല, നമുക്ക് ഫുള്ള് വേദനയാണ്. അതുകൊണ്ട് മീനൊന്നും അധികം മേടിക്കലില്ല, നമുക്ക് കഴിയാത്തതുകൊണ്ട്. മീൻ മുറിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഇരുന്നിട്ട് അങ്ങനെ മുറിക്കാൻ പറ്റില്ല, ഫുള്ള് വേദന ആയതുകൊണ്ട്. മത്തി എന്താ ഫ്രൈ ആക്കുന്ന? മത്തി ഫ്രൈ നല്ല കുരുമുളകും നല്ല ഇലയിൽ നല്ല ഒന്ന് ഫ്രൈ ആക്കിയാലോ? ഒന്ന് ഫ്രൈ ആക്കി തരുമോ? ഇലയിലാക്കിയില്ല മറ്റേ കുരുമുളകിട്ടാക്കിയ പോലെ അല്ല, എങ്ങനെയെങ്കിലും വേണ്ടത് നല്ല കരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട്. ചൈത്രത്തിൽ മിനിയുടെ മനസ്സിൽ അങ്ങനെ ആക്കലില്ലേ? ഇതിപ്പോ ഞാൻ ആടുന്ന് നമ്മക്ക് മുറിക്കാൻ പറ്റുന്നില്ലല്ലോ. ആടുന്ന് മുക്കോത്തിയോട് തന്നെ ഞാൻ പറയാന്ന് വിചാരിച്ചു. അപ്പൊ അവര് ചെറിയ മീനൊന്നും അപ്പം മുറിച്ചിട്ട് തരില്ല, വലിയ മീനൊക്കെ മുറിച്ചിട്ട് തരും. ഇത് പിന്നെ പറഞ്ഞാൽ അവരോട് മുറിക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും പറയും. ഞാൻ പാലക്കുന്ന് എപ്പോഴും മേടിക്കുന്നൊരു മുക്കോത്തി ഉണ്ടമ്മേ. ആ മുക്കോത്തി വില കുറഞ്ഞ സമയത്തെല്ലാം ചോദിച്ചാൽ ഇങ്ങനെ അധികം ഇടാൻ പറഞ്ഞാൽ അധികം ഇട്ട് തരും. ഇന്ന് പിന്നെ വില കൂടിയതല്ലേ, അതുകൊണ്ട് അധികം വില വെച്ചാൽ കഴിയല്ലോ. അതുകൊണ്ട് ഞാൻ അധികം ഒന്ന് പറഞ്ഞിട്ടാ. അപ്പോഴേക്കും ജീവിക്കണ്ടേ, വില നല്ലോണം ആയാൽ കൂടിയാൽ പിന്നെ നമുക്കങ്ങനെ അധികം ഇട്ട് തരാൻ കഴിയല്ലോ. വലിയ മത്തിയല്ലേ, ഇതിലോ ഒന്നല്ല അധികം ഇട്ടെന്നാൽ അപ്പോഴേക്ക് നഷ്ടമല്ലേ. ഒരു പാവം വല്യമ്മ, പാങ്ങുണ്ട്. വല്യമ്മയുടെ വർത്താനം കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ എപ്പോഴും ആടെ തന്നെ മേടിക്കല്, ആ വല്യമ്മയുടെ തന്നെ മേടിക്കല്. എന്തല്ലോ ഒന്നാണോ ചോദിക്കും, ഞാൻ എന്തല്ലോ ഒന്നാണോ ചോദിക്കും. തല മത്തിയുടെ തലയെല്ലാം ഞാൻ തിന്നു കിട്ടും. ഒന്നും കളയണ്ട. അങ്ങനെ ആക്കി തരുമോ അമ്മേ? നോക്കട്ടിപ്പാ കഴിഞ്ഞ പോലെ ആക്കി തരാം. പിന്നെ അയ്യേ നോക്ക്, കുറേ ഈ പണ്ടത്തെ നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ അമ്മേ. അടുത്ത അമ്മേരെ നാട്ടിലത്തെ ആ ഒരു ഭാഗത്ത് മീൻകറി ഒന്നും കൂട്ടിയിട്ടേ അറിയില്ല. അങ്ങോട്ടെല്ലാം ആക്കുന്ന മീൻകറി സ്റ്റൈല് വേറെ തന്നെയല്ലേ, നല്ല കന്നഡ സ്റ്റൈല്. അതെല്ലാം ഉണ്ടല്ലോ അമ്മേലാക്കല്. അപ്പോൾ ഇതാ നമ്മളെ മത്തിക്കുട്ടൻ അമ്മതാ നല്ല ഉഷാറിലെ മത്തിക്കുട്ടൻ അമ്മ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചു. അപ്പം ഇനി വേഗം ഒന്ന് കറിയാക്കാമേ. എനിക്ക് മത്തി എന്ന് പറയുമ്പോൾ എനിക്ക് സമയം ഇപ്പം തന്നെ 1 മണിയായി. പൈച്ചിട്ട് കഴിഞ്ഞില്ല, നല്ലോണം പൈക്കുന്നു. മത്തി ആയതുകൊണ്ട് കുറേ ദിവസമായില്ലേ മീൻ കറി കൂട്ടാതെ. അതുകൊണ്ട് ഇങ്ങനെ എന്തെല്ലാം പരവേശം. വേഗം റെഡിയാക്കാം. അപ്പോൾ കറണ്ട് പെട്ടെന്ന് വരും, അപ്പോൾ ബാക്കിയില്ലേ കാര്യമെല്ലാം റെഡിയാക്കാം. ഓക്കെ, ഇത് പൊരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇതാക്കണ്ടേ, കുരുമുളക് പെരക്കിയിട്ട് വെക്കണ്ടേ ഇത്. അപ്പം അങ്ങനെ ആക്കിയിട്ടൊക്കെ പൊരിക്കണ്ടേ, പിന്നെ റെഡിയാക്കിയിട്ട് വെക്കാലോ. അപ്പോൾ ഇത് അമ്മ പൊരിക്കാനില്ലേ, മത്തി പൊരിച്ചെടുക്കാനില്ലേ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിലെന്തെല്ലാം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ് കുരുമുളക് പൊടിയാണ് അധികം ഇട്ടത്. അപ്പോൾ കുരുമുളക് തന്നെ നല്ല കുരുമുളകാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അയല പൊരിച്ചതുണ്ട്, മത്തിയും പൊരിച്ചതുണ്ട്. അല്ല അതിൽ മത്തി പൊരിച്ചതും മത്തിക്കറിയും രണ്ടും ഒന്ന് തന്നെയല്ലേ. അതമ്മ ഒന്നിൻ്റെ തല കൊടുത്തു, ഒന്നിൻ്റെ തലയില്ലല്ലോ, ഒന്നെടുത്തു. അത് പാങ്ങണ്ടായിട്ട് എന്നിട്ട് 2 തല എടുത്തിട്ടു.
ചാടിയാ എന്നിട്ട് ഒന്ന് ബാക്കി തല ചാടിയാ? ഓഹോ, അപ്പം എൻ്റെ തല 2 തല ഉണ്ടല്ലേ? അത് കറിയിലിടുമല്ലേ? ഓക്കെ. ഈ ഒന്ന് പാങ്ങണ്ടായിട്ടാണ് ചാടിയത്. അപ്പം ഇന്ന് മത്തിക്കറിയും രാത്രി മത്തിക്കറിയും നല്ല ദോശയും അല്ലേ? രാത്രി നല്ല മഴ ഉണ്ടാകും, നല്ല ചൂട് ചൂട് ദോശയും മത്തിക്കറി അടിച്ച് മാട്ടാന്ന്. അമ്മ അപ്പം അരക്കണ്ടേ? കണ്ടോന്നോ നോക്കിയാ നീ? ദൈവമേ, കറണ്ടില്ല അല്ലേ? എന്നിപ്പോൾ എങ്ങനെ അരക്കുന്നേ? അമ്മേ, എൻ്റെ മത്തിക്കറി ഉച്ചക്ക് മത്തിക്കറി കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ കഴിയോ? അതെ, കറണ്ട് വരെ അങ്ങനെ ഇറക്കുന്നു. അയ്യോ, കറണ്ട് വന്നിട്ട് വോൾട്ടേജും ഇല്ല, വന്നാലും വോൾട്ടേജും ഉണ്ടാകുന്നില്ലല്ലോ. കടയും കല്ലുമില്ല അല്ലേ? കടയും കല്ലുണ്ടായാലും ഞാൻ അരച്ചിട്ട് തരട്ടീന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാക്കല്? ഹലോ അമ്മേ, അപ്പം കറണ്ട് വന്നുവാ? കറണ്ട് നേരത്തെ വന്നുവാ? ഇതാ ഹലോ ഗായ്സ്, ഇതാ കറണ്ട് നേരത്തെ വന്നു, ഞാനിവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ കറണ്ട് വന്നു. അമ്മ ഇതാ കറി ഇതാ ചട്ടിയിൽ ഇതാ. അരച്ചിട്ടല്ലോ അമ്മ, അരച്ചിട്ടല്ലോ തീമ വെച്ചു, ചട്ടിയിൽ വെച്ചു. മത്തിക്കറി ചട്ടിയിലാണ് ആക്കുന്നത്. ചട്ടിയിൽ മീൻ കറി ആക്കുന്ന ടേസ്റ്റ്, ചട്ടിയിൽ ഇപ്പം മീൻ കറി പ്രത്യേകിച്ച് മത്തിക്കറി ആകുമ്പോൾ ചട്ടിയിൽ വെക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെ. അതിപ്പോൾ മീൻ കറിയായാലും കോഴിക്കറിയായാലും ഞങ്ങൾ എല്ലാം ചട്ടിയിൽ തന്നെ ആക്കല്, അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതിപ്പോൾ ഇന്നത്തെ മീൻ കറിയല്ല, ഇന്നാക്കിയിട്ട് നാളെ കൂട്ടണം. നാളത്തെ മീൻ കറിയാണ് അത്. പിന്നെ പറയേ വേണ്ട, പറയുമ്പോൾ തന്നെ എനിക്ക് നാവിൽ വെള്ളം ഇങ്ങനെ. നമ്മുടെ തക്കാളി മാങ്ങയിലൂടെ മുറിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലിപ്പോൾ എന്തിനാ ഇട്ടത്? ഉള്ളിയും പച്ചമുളകും ഉള്ളിയല്ല, അത് ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയെല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വേവണം. തക്കാളി മാങ്ങയിലും ഇടണം, അത് കുറച്ച് വേവണം. അവൾക്ക് അമ്മയുടെ മറ്റേ മത്തി പൊരിക്കേണ്ട പരിപാടി തുടങ്ങി. എണ്ണ പാങ്ങിൽ പൊരിയുന്നുണ്ടല്ലേ? ഇത് അമ്മേരെ മാത്രം സ്പെഷ്യലാണ്. എന്താണ് അമ്മമാർ, പഴയ ആൾക്കാർ, പഴയ അമ്മമാരുണ്ടാക്കുന്ന ഒരു മീൻ കറിയാലും അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ? അമ്മേ, എനിക്ക് പൈക്കുന്നുണ്ട്. എത്ര സമയമായി ഈ കറണ്ട് പോയത് കാരണം? സമയം കുറേ വൈകുമല്ലോ, നമ്മൾ വേഗം റെഡിയാകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം കുറേ ആയി. അതാ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അമ്മേ? അപ്പോൾ നമ്മളെ കുട്ടിയമ്മേരെ മത്തി പൊരിച്ചതിടാം, പൊരിഞ്ഞ് വരുന്നുണ്ട്, പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആഹാ, നല്ല ഫ്രൈ ആയല്ലോ അമ്മേ. അങ്ങനെ മത്തി ഫ്രൈ ആയിട്ട് റെഡിയാവാനായി. ഇതിപ്പോൾ റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ ഇതൊന്ന് തിളക്കുന്നുണ്ട്. നമ്മളെ അരച്ച് വെച്ച് ഇത് മാങ്ങയും തക്കാളി എല്ലാം ഇട്ടു. ഇപ്പോൾ എല്ലാം ഇട്ടിട്ട് തിളക്കുന്നുണ്ട്. ഇനി മീനിടാനുണ്ട്. അമ്മ മീനിടാനായാ? കുറച്ച് കഴിഞ്ഞിട്ടാ? ഓക്കെ. മത്തി ഇടേണ്ട സമയമായിട്ടുണ്ട്. ഇത് അമ്മ മത്തി എടുത്തിട്ട് ഇട്ടു, നല്ലതായി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനൽ. ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ വേവും അല്ലേ അമ്മേ? 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ വേവും. നമ്മുടെ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഒട്ടുമേ നോക്കട്ടെ ടേസ്റ്റ്, അതിൻ്റെ നെയ്യ് ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. അമ്മേരെ മീൻ ഫ്രൈ. മീൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല കുരുമുളക് ഫ്രൈ ആയിട്ടുണ്ട്. അതിന് കറിയും കൂടിയായാലും നല്ല ഒരു 2-3 പ്ലേറ്റ് ചോറ് ദഹിക്കേണ്ടി വരുമെന്ന്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മളെ മത്തിക്കറി എങ്ങനെ വെന്തും തോന്നുന്നു. നമ്മൾ ടേസ്റ്റ് നോക്കുന്നുണ്ട്. റെഡി ആയല്ലേ അമ്മേ? അപ്പോൾ അതാ മത്തിക്കറി റെഡിയായി, ഇതാ മീൻ ഫ്രൈയും റെഡിയായി. അപ്പോൾ ഇന്ന് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നു കേട്ടോ, നല്ല മത്തിക്കറി കൂട്ടിയിട്ട് ഞാനും അമ്മയും. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറെല്ലാം വേവിച്ചു. അപ്പോൾ അമ്മ ഇതാ എൻ്റെ കുട്ടിയമ്മ, അമ്മേരെ പാചകമാണ് ഇതെല്ലാം. അമ്മ ഒരു ഹായ് കൊടുക്ക്, ഹായ് കൊടുക്ക്, ഒരു ഹായ്. അമ്മേരെ ഹായും കിട്ടി. അപ്പോൾ ചങ്ങായിമാരെ, അപ്പോൾ എനിക്കിതിപ്പോൾ ഞാൻ വലിയ ബ്ലോഗറൊന്നും അല്ല. അപ്പോൾ എൻ്റെ ഒരു കൊച്ചു ചാനൽ, ഈ കാസർഗോഡൻ ബ്ലോഗ് എന്ന് പറയുന്നൊരു ചാനൽ
അതിപ്പോൾ എങ്ങനെ പറയണമെന്ന് അറിയില്ല, എന്നാലും എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറയാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എല്ലാവരും പറയുന്ന പോലെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇതുപോലെ മീൻകറിയോ കോഴിക്കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.